ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും അധിക്ഷേപിച്ച എസ്എഫ്ഐ. ഗവർണർ ജനാധിപത്യ വിരുദ്ധമെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി.എം. മാർഷോയുടെ പരാമർശം. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ വീണ്ടും ബാനർ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു പരാമർശം. പ്രതിഷേധ സൂചകമായി ഗവർണറെ സ്വാഗതമേകിയുള്ള ബാനറുകൾ എസ്എഫ്ഐ കത്തിച്ചു. അതേസമയം കറുത്ത ബാനറിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് ചൂണ്ടിക്കാട്ടി രാജ്ഭവൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനങ്ങൾ തകിടം മറിയുന്നുവെന്നും രാജ്ഭവൻ വ്യക്തമാക്കുന്നുണ്ട്. I am asking you, if Chief Minister is staying here, you will allow this? You don't have eyes to see this? You want to insult me? It's not like that, sir. What is like that? വിവരങ്ങളുമായി കാലിക്കറ്റ് ക്യാമ്പസിൽ നിന്ന് ദിസ്ന സുരേഷൻ, തിരുവനന്തപുരത്ത് നിന്ന് ടിൻറ്റുവും ചേരുന്നുണ്ട്. ആദ്യം ദിസ്നയിലേക്കാണ്. ദിസ്ന, അവിടെ എന്താണ് സംഭവിച്ചത്? സ്ഥിതിഗതികൾ ഇപ്പോൾ എങ്ങനെയുണ്ട്? ലക്ഷ്മി, തികച്ചും നാടകീയമായ ഒരു രംഗം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അരങ്ങേറിയത് എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രധാനമായും ഗവർണർ വൈകുന്നേരം തിരിച്ചു പുറത്തേക്ക് വരികയും എന്തുകൊണ്ടാണ് താൻ പറഞ്ഞ നിർദ്ദേശം പാലിക്കുവാൻ ഇതുവരെ കഴിയാതെ പോയത് എന്ന കാര്യം പറയുകയും ചെയ്തു. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ പോസ്റ്റർ മാറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. അപ്പോൾ 2 പോസ്റ്ററുകളാണ് ഗവർണറുടെ നേതൃത്വത്തിൽ മാറ്റിയിട്ടിരുന്നത്. എന്നാൽ ഇതിനെതിരെ എസ്എഫ്ഐ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയർത്തിയിട്ടുള്ളത്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഗവർണർ പൊട്ടിച്ച പോസ്റ്ററുകൾ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. അങ്ങനെ 2 പോസ്റ്ററുകളും എസ്എഫ്ഐയുടെ പ്രവർത്തകർ കെട്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. എസ്എഫ്ഐയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ജനാധിപത്യ രീതിയിൽ അവർക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് എസ്എഫ്ഐ പ്രധാനമായും വ്യക്തമാക്കുന്നത്. തങ്ങൾക്ക് ആരാണ് ആരിഫ് ഖാൻ, തെമ്മാടി ആരിഫ് ദിസ്നയിലേക്ക് എത്തിയപ്പോൾ ടിൻറ്റു ഉദാസ് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ടിൻറ്റു, എന്തായാലും രാജ്ഭവൻ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. തുറന്ന യുദ്ധമാണ് ഇപ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ വാർത്താക്കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ലക്ഷ്മി, ഈ സമീപകാലങ്ങളിലായി ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് രൂക്ഷമാകുമ്പോഴും രാജ്ഭവൻ ഈ കാര്യങ്ങളിലൊന്നും, അല്ലെങ്കിൽ രാജ്ഭവൻ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്താക്കുറിപ്പൊന്നും ഇറക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ സർവകലാശാല, അതായത് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ രൂക്ഷമായൊരു അല്ലെങ്കിൽ അതിര് കടന്നൊരു പ്രതിഷേധ മാർഗമാണ് എസ്എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കരിങ്കൊടികൾ കാണിക്കുന്നതിന് പുറമെ തന്നെ ഗവർണർ വരുന്ന ഭാഗങ്ങളിലെല്ലാം രാജ്യവിരുദ്ധമായിട്ടുള്ള വാചകങ്ങൾ എഴുതിക്കൊണ്ട് കറുത്ത ബാനറുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് അവസാന ഘട്ടത്തിൽ വന്നു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാലയിൽ കറുത്ത ബാനറുകൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ, എസ്എഫ്ഐ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് ഇത്തരത്തിൽ ബാനറുകൾ ഉയരുന്നത്. സർക്കാരിനെതിരെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എസ്എഫ്ഐ ഇത്തരം പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്നതുമെന്ന തരത്തിലുള്ള വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഭരണ സംവിധാനം തകിടം മറിയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇതിൽ പ്രധാനമായ പങ്കുണ്ട്. മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഗവർണറോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ ഗവർണർ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള രീതി മുഖ്യമന്ത്രിക്ക് പലപ്പോഴായി ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അസ്വസ്ഥത എസ്എഫ്ഐയിലൂടെ പ്രകടമാക്കുകയാണെന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ എസ്എഫ്ഐ സംസ്ഥാനത്ത് ഗവർണർക്കെതിരായി, ഗവർണർ എന്ന് പറയുന്നത് പ്രഥമമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്, ഭരണ സംവിധാനത്തിന്റെ പ്രഥമ ഭാഗമാണ്. ഗവർണർക്കെതിരായിട്ടൊരു വികാരം എസ്എഫ്ഐ സൃഷ്ടിച്ചെടുക്കുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വ്യക്തമായ നിർദ്ദേശം ലഭിച്ചുകൊണ്ടാണെന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. നമുക്കറിയാം, കാലിക്കറ്റ് സർവകലാശാലയിലെ ബാനറുകൾ ഉയർന്നതോടെ തന്നെ ജില്ലാ പോലീസ് അധികാരിയെ കൊണ്ട് തന്നെ ആ ബാനർ അഴിപ്പിച്ച സംഭവങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ചർച്ച ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുള്ളത്. ഈ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു യുദ്ധം, അല്ലെങ്കിൽ തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. സമീപകാലത്ത് സുപ്രീം കോടതി ഇടപെട്ട് സർക്കാരിനൊരു വലിയ തിരിച്ചടി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ തിരിച്ചടിയിൽ നിന്നും ഈ തിരിച്ചടി കിട്ടിയതോടെയാണ് സർക്കാർ ഗവർണർക്കെതിരെ കൂടുതൽ കരുനീക്കങ്ങൾ ആരംഭിച്ചത്. അതിൽ നിന്നുമാണ് ഇത്തരത്തിൽ എസ്എഫ്ഐയെ ഉപയോഗിച്ചുകൊണ്ട് ഗവർണറെ ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് അപമാനിക്കാൻ ശ്രമിക്കുന്നത്. ഭരണ സംവിധാനം തകർന്നു തുടങ്ങിയതിന്റെ തെളിവാണ് എന്ന് വാർത്താക്കുറിപ്പിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്.